ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ 0 to Fluency സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചെയ്യുകയായിരുന്നു എന്ന ആശയത്തിൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നുള്ളതാണ്. ഈ ഒരു ആശയത്തെക്കുറിച്ച് ഒരു ചെറിയൊരു കഥയിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. കഥ എങ്ങനെയാണ്? യെസ്റ്റർഡേ വാസ് ടെറിബിൾ ഫോർ മീ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വളരെ മോശപ്പെട്ടൊരു ദിവസമായിരുന്നു. കാരണം ഐ സ്റ്റേഡ് അറ്റ് ഹോം ഓൾ ഡേ. ഞാൻ ഇന്നലെ മുഴുവൻ വീട്ടിൽ തന്നെയായിരുന്നു. ഇന്നലെ ദിവസം മുഴുവൻ വീട്ടിൽ തന്നെയായിരുന്നു ഇരുന്നത്. ഐ വാണ്ടഡ് ടു ഗോ ഔട്ട് ബട്ട് ഇറ്റ് വാസ് റെയിനിങ് ഔട്ട്സൈഡ്. എനിക്ക് പുറത്തു പോകേണ്ടതുണ്ടായിരുന്നു, വീട്ടിന് പുറത്തു പോകേണ്ടതുണ്ടായിരുന്നു, പക്ഷേ പുറത്ത് ഭയങ്കര മഴയായിരുന്നു. ഐ വാസ് ഫീലിംഗ് ടയർഡ് ഓഫ് ബീയിങ് ട്രാപ്ഡ് ഇൻസൈഡ് ദ ഹൗസ്. ഞാൻ വീട്ടിനുള്ളിൽ പെട്ടുപോയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു, എനിക്ക് തോന്നി. ഐ ട്രൈ ടു പ്ലേ വിത്ത് മൈ സിസ്റ്റർ. ഞാൻ എൻ്റെ സഹോദരിയുമായിട്ട് കളിക്കാൻ നോക്കി. പക്ഷേ ഷി വാസ് ഡൂയിങ് ഹെർ ഹോംവർക്ക്. അവളെ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. മൈ ഫാദർ വാസ് റീഡിങ് ഹിസ് ബുക്ക്. അച്ഛൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയായിരുന്നു. മൈ മദർ വാസ് വാച്ചിങ് ടി വി. അമ്മയാണെങ്കിലോ ടി വി കാണുകയായിരുന്നു. ആഫ്റ്റർ ലഞ്ചിന് ശേഷം, ഉച്ചയൂണിന് ശേഷം, I decided to sit by the window and watch the street. ഞാൻ ജനലിനരികെ പോയിരുന്നിട്ട് പുറത്ത് തെരുവിലേക്ക് നോക്കിയിരിക്കാൻ ഞാൻ വിചാരിച്ചു. Some people were waiting at the bus stop. കുറച്ച് ആളുകൾ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുന്നുണ്ട്. While I was watching the street, ഞാൻ അങ്ങനെ തെരുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ I witnessed an accident. ഒരു ആക്സിഡൻറ്റിന് ഞാൻ സാക്ഷിയായി. ഞാനൊരു ആക്സിഡൻറ്റ് കണ്ടു. എ കാർ couldn't stop at the traffic lights. ഒരു കാറിന് ട്രാഫിക് ലൈറ്റിൽ നിർത്താൻ സാധിക്കാതെ ആൻഡ് ഹിറ്റ് another car. മറ്റൊരു കാറിനെ വന്നിട്ടത് ഇടിച്ചു. ലക്ലി, ഭാഗ്യം തോന്നും അല്ലേ. നോബഡി ഇൻജുവേർഡ്. ആർക്കും പരിക്ക് പറ്റിയില്ല. ഭാഗ്യത്തിന് ആർക്കും പരിക്കൊന്നും പറ്റിയില്ല. നൗ ഇപ്പോൾ ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരന് വേണ്ടി കാത്തിരിക്കുകയാണ്. We will go to the park to play football together. We will go to the park. ഞങ്ങൾ പാർക്കിലേക്ക് പോകും. To play football together. ഒന്നിച്ച് ഫുട്ബോൾ കളിക്കാൻ ഞങ്ങൾ പാർക്കിലേക്ക് പോകും. ഇതാണ് ഈ കഥ. ഇതിൽ നിങ്ങൾ റെഡ് ലെറ്ററിൽ എഴുതിയിട്ടുള്ള, ചുവന്ന മഷിയിൽ എഴുതിയിട്ടുള്ള ആ ഒരു വേർഡുകളൊക്കെ നോക്ക്. ഇറ്റ് വാസ് റെയിനിങ്, ഐ വാസ് feeling, father was reading, she was doing, mother was watching അല്ലേ. ഇങ്ങനെയുള്ള കുറേ ഇത് കാണാം. അതായത് ഇറ്റ് വാസ് റെയിനിങ്, മഴ പെയ്യുകയായിരുന്നു. ഐ വാസ് ഫീലിംഗ്, എനിക്കത് അനുഭവപ്പെടുകയായിരുന്നു. ഷി വാസ് ഡൂയിങ്, അവൾ ചെയ്യുകയായിരുന്നു. ഫാദർ വാസ് റീഡിങ്, അച്ഛൻ വായിക്കുകയായിരുന്നു. മദർ വാസ് വാച്ചിങ് ടി വി, അമ്മ ടി വി കാണുകയായിരുന്നു. ഇങ്ങനെ കുറേ വേർഡുകൾ കാണാം. ഇവയൊക്കെയും പറഞ്ഞിട്ടുള്ളത് ചെയ്യുകയായിരുന്നു എന്നുള്ള ആശയത്തിലാണല്ലേ. ഇതേ ആശയത്തിൽ നമ്മളും പലപ്പോഴും സംസാരിക്കാറുണ്ട്. എന്നല്ല, നമ്മുടെ സംസാരത്തിൽ ഒട്ടുമിക്ക ഭാഗവും ഈ ഒരു ആശയം കടന്നു വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ആശയത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പറയുക, എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്ന് നമുക്കൊന്ന് നോക്കി വെക്കാം. സാധാരണ ഞാൻ എന്നുള്ളതിന് ഐ എന്നാണല്ലേ നമ്മൾ പറയാറുള്ളത്. അവൻ എന്നുള്ളതിനോ ഹി എന്നാണ്. അവൾ എന്നുള്ളതിന് ഷി എന്നാണ്. അത് ഇത് എന്നൊക്കെ പറയാൻ നമ്മൾ ഇറ്റ് എന്ന വേർഡാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി നീ എന്നുള്ളതിന് യു എന്നാണ് പറയാറുള്ളത്. അവർ എന്നുള്ളതിന് ദേ എന്നാണ്. നമ്മൾ എന്നുള്ളതിന് വി എന്ന വേർഡാണ് ഉപയോഗിക്കുക അല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഇതേ ഒരു ആശയത്തിൽ പറയാൻ വേണ്ടി ഉദാഹരണത്തിന് വേണ്ടി നമുക്കെടുക്കാം. ഇവിടെ എടുത്തിട്ടുള്ളത് റീഡ് എന്ന വേർഡാണ്. അതായത് വായിക്കുക എന്നർത്ഥമാണ് അല്ലേ. ഇനി നമുക്ക് പറയേണ്ടത് ചെയ്യുകയായിരുന്നു എന്ന ആശയത്തിൽ ഇതിനെ പറയണം. അതായത് ഞാൻ വായിക്കുകയായിരുന്നു, അവൻ വായിക്കുകയായിരുന്നു, അവൾ വായിക്കുകയായിരുന്നു, നീ വായിക്കുകയായിരുന്നു, അവർ വായിക്കുകയായിരുന്നു, നമ്മൾ വായിക്കുകയായിരുന്നു. ഈ ആശയത്തിൽ എങ്ങനെ പറയാൻ നോക്കാം. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഐ, ഹി, ഷി, ഇറ്റ് എന്നതിൻ്റെ കൂടെ വാസ് എന്നും, യു, ദേ, വി എന്നതിൻ്റെ കൂടെ വോ എന്നും,
ചേർക്കുക. എന്നിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ വേർബിൻ്റെ അവസാനം ഒരു ing കൂടെ ചേർത്ത് കൊടുത്താൽ ഈ ആശയത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ വായിക്കുകയായിരുന്നു, I was reading. അവൻ വായിക്കുകയായിരുന്നു, he was reading. അവൾ വായിക്കുകയായിരുന്നു, she was reading. അജ്മൽ വായിക്കുകയായിരുന്നു, അജ്മൽ was reading. നീ വായിക്കുകയായിരുന്നു, you were reading. അവർ വായിക്കുകയായിരുന്നു, they were reading. നമ്മൾ വായിക്കുകയായിരുന്നു, we were reading. ഇത്രയാണ് ഫ്രണ്ട്സ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് നോക്കാൻ വളരെ സിമ്പിളാണല്ലേ. അതായത് ഞാൻ വായിക്കുകയായിരുന്നില്ല, അവൻ വായിക്കുകയായിരുന്നില്ല, അവൾ വായിക്കുകയായിരുന്നില്ല, നീ വായിക്കുകയായിരുന്നില്ല അല്ലേ. ഇങ്ങനെ പറയാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വാസ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ശ്രദ്ധിക്കാം, ഇതിനെ നമുക്ക് വാസ് നോട്ട് എന്നതിനെയും വോ നോട്ട് എന്നതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. അതായത് വാസ് നോട്ട് എന്നതിനെ കൺസിഡർ ചെയ്തിട്ട് വാസിൻറ്റ് എന്നും, അതുപോലെ വോ നോട്ട് എന്നതിനെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് വോറിൻറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ വായിക്കുകയായിരുന്നില്ല, ഐ വാസിൻറ്റ് റീഡിങ്. അവൻ വായിക്കുകയായിരുന്നില്ല, ഹി വാസിൻറ്റ് റീഡിങ്. അവൾ വായിക്കുകയായിരുന്നില്ല, ഷി വാസിൻറ്റ് റീഡിങ്. നീ വായിക്കുകയായിരുന്നില്ല, യു വോറൻറ്റ് റീഡിങ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് പറയുക. ഇനി ഇതിൽ നിന്ന് നമുക്ക് നോക്കേണ്ടതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, വളരെ സിമ്പിളാണ് ഇത് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ വാസ് എന്നതിനെയും അതുപോലെ വോ എന്നതിനെയും ഈ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ വായിക്കുകയായിരുന്നോ, വാസ് ഐ റീഡിങ്. അവൻ വായിക്കുകയായിരുന്നോ, was he reading. അവൾ വായിക്കുകയായിരുന്നോ, was she reading. അവൻ വായിക്കുകയായിരുന്നോ, അല്ലേ, was he reading. നീ വായിക്കുകയായിരുന്നോ, were you reading. അവർ വായിക്കുകയായിരുന്നോ, were they reading. നമ്മൾ വായിക്കുകയായിരുന്നോ, were we reading. ഓക്കെ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സ്വर्ण ക്വസ്റ്റ്യനിൽ തന്നെ നെഗറ്റീവ് ചോദിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ കൂടെ ഈ വാസ് എന്നതിൻ്റെ കൂടെ വോർ എന്നതിൻ്റെ കൂടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അവൻ വായിക്കുകയായിരുന്നില്ലേ, അവൾ വായിക്കുകയായിരുന്നില്ലേ, നീ വായിക്കുകയായിരുന്നില്ലേ, അവർ വായിക്കുകയായിരുന്നില്ലേ എന്ന ആശയത്തിൽ. അപ്പോൾ അവൻ വായിക്കുകയായിരുന്നില്ലേ, വാസിൻറ്റ് ഹി റീഡിങ്. വാസ് നോട്ട് എന്നത് നമ്മൾ കണ്ടസ്റ്റ് ചെയ്തിട്ട് പറയുകയാണ്. വാസിൻറ്റ് ഹി റീഡിങ്, വാസിൻറ്റ് ഷി റീഡിങ്, വോറൻറ്റ് യു റീഡിങ്, വോറൻറ്റ് ദ റീഡിങ്, വോർ വി റീഡിങ്, ഇങ്ങനെയൊക്കെയാണ് പറയാം. ഇനി ഇതിൻ്റെ WH ക്വസ്റ്റ്യനാണ് നമുക്ക് നോക്കേണ്ടതില്ലേ. എന്ത് അല്ലെങ്കിൽ എങ്ങനെ, നിങ്ങൾക്കുള്ള വാട്ട്, വേർ, വെൻ തുടങ്ങിയ ക്വസ്റ്റ്യൻ വേർഡൊക്കെ വെച്ചിട്ട് എങ്ങനെ ചോദിക്കുക. സിമ്പിൾ. എങ്ങനെ തുടക്കത്തിൽ നമ്മൾ അതിന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് തുടക്കത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അവൻ എന്തായിരുന്നു വായിക്കുന്നത് അല്ലേ. വാർ വാസ് ഹി റീഡിങ്. അവൻ എന്ത് വായിക്കുകയായിരുന്നു. അവൾ എന്ത് വായിക്കുകയായിരുന്നു. വാർ വാസ് ഷീ റീഡിങ്. അജിത്ത് എന്ത് വായിക്കുകയായിരുന്നു. വാർ വാസ് അജിത്ത് റീഡിങ്. ഇത്രയല്ലേ ഉള്ളൂ. ഇനി നീ എന്ത് വായിക്കുകയായിരുന്നു. വാർ വർ യു റീഡിങ്. നീ എന്ത് വായിക്കുകയായിരുന്നു അല്ലേ. ഇനി അവരെന്ത് വായിക്കുകയായിരുന്നു. വാർ വർ ദേ റീഡിങ്. നമ്മളെന്ത് വായിക്കുകയായിരുന്നു. വാർ വർ വി റീഡിങ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ അല്ലെങ്കിൽ ചെയ്യുകയായിരുന്നു എന്നുള്ള ആശയത്തിൽ കാര്യങ്ങൾ പറയാൻ ഇത്ര എളുപ്പമാണ്. അതായത് വാസ് എന്നതും വോ എന്നതിൻ്റെ ആ രണ്ട് ഓക്സിലറി വേർബ്സ് നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വേർബിൻ്റെ അവസാനത്തിൽ ഒരു ing ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യുകയായിരുന്നു എന്നുള്ള ആശയത്തിൽ കാര്യങ്ങൾ പറയാൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, താങ്ക്സ്.